ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എണ്ണീറ്റ് ഞാൻ 6 മണിക്ക് എണ്ണീറ്റെങ്കിലും ഞാൻ അവിടെ ഇച്ചിരി നേരം ഒന്ന് കിടന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പയ്യാണ് ഞാൻ എണ്ണീറ്റത്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഫുഡൊക്കെ ഇച്ചിരി ഒന്ന് ലേറ്റ് ആകാം. മറ്റേത് നമ്മൾ ഹറിബറിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം. സൗണ്ട് പോയി. അപ്പം പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഓഫീസിലേക്ക് കൊടുത്തു വിടാനുള്ളത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്, അങ്ങനെയെല്ലാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവത്തില്ല. ഇപ്പോൾ ഞാൻ കയറും. പിന്നെ നമുക്ക് തിടുക്കമില്ലാണ്ട് പയ്യെ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പം ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഞാൻ ഇങ്ങനെ തണുപ്പൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വന്ന് ബ്രഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് റെഡ് ടീ കൂടെ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ബ്രഷ് ചെയ്തിട്ട് വരാം. അപ്പം ചായ എല്ലാം ആയി, ബ്രഷൊക്കെ ചെയ്തു വന്നു. ചായ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചായ ഇനി എടുക്കട്ടെ. കുറച്ച് കിച്ചൺ മാത്രമാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ചൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ചായ എടുക്കട്ടെ. ചായ ആയല്ലോ. പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ളതും ഞാൻ കുഴച്ചൂടെ വെച്ചു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുഴച്ചങ്ങ് മാറ്റി വെച്ച്, ചായ ഇടുന്ന ആ ഒരു ടൈം കൊണ്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റൊക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഞാൻ പോയി ടീ കുടിക്കട്ടെ. ചൂടാ ഹോട്ട് ടീ. റെഡ് ടീ ആണ് കുടിക്കുന്നത്, വിത്തൗട്ട് ഷുഗറിലുമാണ്. ഇതിപ്പോൾ അങ്ങ് ശീലമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എനിക്ക് മധുരമൊന്നും വേണമെന്നില്ല ഈ ഒരു ടീ കുടിക്കാനാണ്. ഇത് ഞാനങ്ങനെ മധുരമില്ലാണ്ടും കുടിച്ചു പോകും. പക്ഷേ ബാക്കി ചായ, നമ്മുടെ കോഫി, അതൊന്നും മധുരം ഇടാതെ കുടിക്കാൻ ഒക്കത്തില്ല. ഇത് കുടിക്കാം. ഇതാണ് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും കുടിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ എങ്കിലും എപ്പോഴേലും മാറ്റി പിടിക്കും കോഫി. കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ടീയെക്കാട്ടിലും എനിക്കിഷ്ടം കോഫിയാണ്. പിന്നെ ടീയിലാണെങ്കിൽ എനിക്ക് ഇത് നമ്മുടെ ഏലക്ക മാത്രം ഇട്ട് കുടിക്കുന്ന ടീ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗരം മസാല ടീ അതും എനിക്കിഷ്ടമാണ്. ഗരം മസാല ടീ. അപ്പം ടീ ഒന്ന് കുടിക്കട്ടെ. നല്ല ചൂടാണ്, ചൂടൊന്ന് പോട്ടെ. ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. സാൻചേട്ടനോട് ഇല്ല, ഹൈദരാബാദിന് പോയേക്കുവാണ്. ഇന്നലെ രാവിലെ വെളുപ്പിനെ പോയി. ഇനി നാളെ വൈകിട്ടേ വരത്തുള്ളൂ. മിക്കപ്പോഴും ഇതുപോലെ ഇങ്ങനെ പോകാറുണ്ട്. ജോലിയുടെ കാര്യമാണ്. ഒന്നെങ്കിൽ പൂനെ പോകും, അല്ലെങ്കിൽ ഹൈദരാബാദ്, ചെന്നൈ ഇങ്ങനെ പോകും. അപ്പം നേരത്തെയൊക്കെ ഒരാഴ്ചയൊക്കെ ആയിരുന്നു പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ ഓക്കെയാണ്. അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അത് പേടിക്കാതെ നിൽക്കാം. അപ്പം ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ. എൻ്റെ ഫോണിനാണെങ്കിൽ ഒട്ടും ചാർജില്ല. ഇനി അതുകൂടെ ഒന്ന് ചാർജിനിട്ട് ചായ കുടിക്കട്ടെ. അപ്പം ചപ്പാത്തി മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പം അതിന് കറി എടുക്കണം. അപ്പം ഇത് ഞാൻ ബീൻസും കിഴങ്ങും കൂടിയിട്ടൊരു കറിയാണേ. ഇത് ഞാൻ കണ്ടത് എൻ്റെ നാത്തൂൻ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം ഞാനവിടെ നിന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മസാല ഒന്നും എനിക്കറിയത്തില്ല, എന്താണ് മസാല കൂട്ടുന്നൊക്കെ. അപ്പോൾ എനിക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇവിടെ വന്ന് എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കും. സൺലൈറ്റ് നല്ല രീതിയിൽ ഇങ്ങോട്ട് കിട്ടും. ഇപ്പം നല്ല ഉദിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ കിച്ചണിനകത്ത് കൂടി ഇങ്ങനെ വെട്ടമടിച്ച് കയറുന്നതാണ്, നല്ലൊരു ഗ്ലോ. അപ്പം ചേച്ചിയുടെ റെസിപ്പിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാക്കുക. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബീൻസും കിഴങ്ങും ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും മിക്കപ്പോഴും ഇടുന്നത്. പിന്നെ ഞാൻ ചില സമയത്ത് എന്നോട് ക്യാരറ്റും ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ക്യാരറ്റ് ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ മറന്നു പോയത് എടുക്കാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മൾ ഇതിന് ചാറ് കറിയായിട്ടല്ല ഇത് എടുക്കുന്നത്, പകരം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ്. അപ്പം ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെയാണ്. ഈ ഗ്രേവിയൊക്കെ വേണം നമ്മൾ ചപ്പാത്തി കൂടെ കഴിക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് സെറ്റാവത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അതാണ്, ചപ്പാത്തിയുടെ കൂടെ ഗ്രേവി വേണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പിടിക്കില്ല. നല്ല ഡ്രൈ ആണ്. എനിക്കിത് ഇഷ്ടമാണ് ചപ്പാത്തിയുടെ കൂടെ എനിക്ക് ഡ്രൈ ആയിട്ട് എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് വെച്ചിട്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കട്ടെ. ഇത് ചിലപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അപ്പുറത്തെ കുട്ടിക്ക് കൊടുക്കും. കാരണം അവൾ ഇന്നലെ ഒന്ന് ഉരുണ്ട് വീണ്.
അപ്പം അവൾക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പം ഭയങ്കര പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൾക്ക് കൂടെ 2 എണ്ണം ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു കുഞ്ഞും ഉണ്ടല്ലേ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കട്ടെ. കാരണം ഒറ്റ കൈ കൊണ്ട് ഭയങ്കര പാടാണ് ഈ ഫോണും സാധനം എല്ലാം കൂടെ ഉണ്ടാക്കാനൊക്കെ. അപ്പം അതൊന്ന് ഭയങ്കര പാട് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞ കറിയാണിത്. ഇതാണ് അവിടെ ചേച്ചി എടുത്ത് വെച്ച് ഞാൻ കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എൻ്റേതായിട്ടുള്ള റെസിപ്പിയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മസാലയൊക്കെ ചേച്ചി വേറെ ഏതോ രീതിയാണ്, കറിയില്ല ചേച്ചി തന്നെയാണോ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനിപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും, ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമയൊക്കെ പഴയ ഏതെങ്കിലുമൊക്കെ ഒരു മൂവിയൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ സിനിമയൊക്കെ ഇട്ട് കണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അപ്പുറത്ത് ആ കുട്ടിക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. പിന്നെന്താ ഇപ്പം ഇനി എനിക്ക് ഉച്ചക്കത്തേക്കിന് ഉണ്ടാക്കാൻ കാരണം ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ഉച്ചയ്ക്കും ചപ്പാത്തിക്ക് മിക്കപ്പോഴും ഇവിടെ ചപ്പാത്തിയാണ്, ഇടയ്ക്കൊക്കെ ഉള്ളൂ ഉച്ചയ്ക്കൊക്കെ ചോറെടുക്കുന്നത്. അത് ചോറ് കഴിക്കണമെന്ന് നല്ലൊരു ആഗ്രഹമൊക്കെ വരുമ്പോൾ ചോറെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തി തന്നെ കഴിക്കുന്നതാണ്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ മുന്നേ എനിക്ക് 3 നേരവും ചോറ് തന്നാൽ അത്രയും സന്തോഷമായിട്ടായിരുന്നു. വെളുപ്പിനെയൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് വെളുപ്പിന് ട്രെയിനിലൊക്കെ ആയിരുന്നു, ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വെളുപ്പിനെ പോകുമ്പോൾ രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് വെളുപ്പിനെ 4:30 5 മണി 4:30 ഞാൻ ചോറുണ്ടിട്ട് പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ. അപ്പം അങ്ങനെ ചോറിപ്പം ഞാൻ ഇവിടെ വന്നേ പിന്നെ ചോറ് കുറച്ചു. അതുപോലെ തന്നെ അപ്പം വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് എന്നും മീൻ വേണം, മീൻകറി ഇല്ലാതെ ഒക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവിടോട്ടായി കഴിഞ്ഞപ്പം മീനില്ല. മീനൊക്കെ സാറ്റർഡേയോ സൺഡേയോ ഒക്കെ മേടിച്ചെങ്കിലേ ഉള്ളൂ. പക്ഷേ മീനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ചിക്കൻ മേടിക്കാറുണ്ട്. മീൻ വളരെ ചുരുക്കമാണ് ഞങ്ങൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് ഉച്ചയ്ക്ക് ചില സമയത്ത് എനിക്ക് കഴിക്കണമെന്ന് അത്ര ആഗ്രഹം തോന്നുമ്പോഴായിരിക്കും ഞാൻ വീക്ക് ഡേയ്സിലൊക്കെ ഒന്ന് ചോറ് വെക്കുന്നത്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയിലാണെങ്കിലും കഴിക്കണമെന്ന് നല്ല ആഗ്രഹം തോന്നുമ്പോൾ ഒന്ന് വയ്ക്കും. പിന്നെ ഞാൻ റൈസിൻ്റെ പല റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അത് എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് എടുക്കുന്നതൊക്കെ. അപ്പം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി തന്നെ ആക്കാമെന്ന് വെച്ചാൽ. അപ്പം ചപ്പാത്തി മാവ് കുഴച്ചതും കുറച്ചിരിപ്പുണ്ട്, അപ്പോൾ അതന്നെ എടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ രാത്രി സാലഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാമെന്ന്. അപ്പം കപ്പലണ്ടി മിഠായിക്കും കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു, ശർക്കരയും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ ഉണ്ടാക്കാം. അങ്ങനെ കപ്പലണ്ടി എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ശർക്കര ഇങ്ങനെ പാനിയിലിങ്ങനെ കിടക്കുകയാണത്, ശർക്കര പാനി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമായിരുന്നു. അപ്പം ഞാൻ ഈ ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതെല്ലാം ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഫോൺ പിടിക്കാനായിട്ട് നല്ല പാടുണ്ട്. ഫോൺ പിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒറ്റക്കൈ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് അപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ചൂടൊക്കെ മാറിയപ്പോഴത്തേക്കിന് നല്ല സെറ്റായിട്ടുണ്ട്. ആ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്ന എല്ലാം മാറി ഒക്കെ ആയിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് ശർക്കര കൂടിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, അല്ലാതെ ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ല വോയിസ് ഉണ്ട്, പിള്ളേർ അപ്പുറത്ത് കിടന്ന് കളിക്കുന്നതിൻ്റെയാണ്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് മൊത്തം. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് കപ്പലണ്ടി മിഠായി കിട്ടി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, ബട്ട് പെർഫെക്റ്റായിട്ട് ഓക്കെ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച് പന്നലാകുന്നു, പക്ഷേ ചൂടെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേന് സെറ്റായിട്ട് കിട്ടി. ഞാനങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇച്ചിരി നേരത്തെ വിളക്ക് കത്തിച്ച്. പിന്നെന്താ, ഇനി എനിക്ക്
രാത്രിയിലുള്ള ഡിന്നർ നോക്കിയാൽ മതി. ഡിന്നർ ഞാൻ സാലഡാണ് എടുക്കുന്നത്. സാലഡ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് താമസിച്ചൊക്കെ എടുത്താൽ മതി. ഇപ്പം എത്ര നേരത്തെ എടുക്കണ്ട. ഞാൻ ഇച്ചിരി ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും ഞാൻ കഴിക്കും. അപ്പം ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും എടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഞാൻ നിർത്തുകയാണ് വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.